രാജ്യത്ത് മുസ്ലിം ജനസംഖ്യയിൽ വൻ വർധനവും ഹിന്ദുക്കളുടേതിൽ ഇടിവുമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. രാജ്യത്തെ ഹിന്ദു സമൂഹം ഭയപ്പെടേണ്ട അവസ്ഥയാണ് എന്ന നിലയ്ക്കായിരുന്നു കഴിഞ്ഞ ദിവസം പല ദേശീയ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമന്ത്രിക്കുള്ള സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിലാണ് രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതായുള്ള വിവരങ്ങളുള്ളത്. 1950 മുതൽ 2015 വരെയുള്ള കാലയളവിൽ രാജ്യത്തെ ഹിന്ദുക്കളുടെ ജനസംഖ്യ 84.68% നിന്ന് 7.82% കുറഞ്ഞ് 78.06% റിപ്പോർട്ടിലുള്ളത്. ഇക്കാലയളവിൽ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ 9.84% നിന്ന് 14.09% വർദ്ധിച്ചു എന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. മുസ്ലിം വിഭാഗത്തെ പെറ്റുകൂട്ടുന്നവർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ റിപ്പോർട്ട് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. അതേസമയം ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും ചില സ്വതന്ത്ര ഏജൻസികളും സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ട് ശാസ്ത്രീയമല്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യമുള്ളതാണെന്നും ആരോപിക്കുന്നു. 1991നും 2001നും ഇടയിൽ മുസ്ലിം ജനസംഖ്യ 24.49 വർദ്ധിച്ചിരുന്നുവെങ്കിലും പിന്നീടുള്ള 10 വർഷം വളർച്ചാ നിരക്ക് 24.69% കുറഞ്ഞു. രാജ്യത്തെ മുസ്ലിങ്ങളെക്കുറിച്ച് പൊതുവിൽ ഹിന്ദുത്വവാദികൾ പറയുന്ന കാര്യമാണ് അവർ കൂടുതൽ കുട്ടികളെ പെറ്റുകൂട്ടുന്നു എന്നൊക്കെ. ഇതൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജസ്ഥാനിൽ പറഞ്ഞത്. അദ്ദേഹം ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിലെ വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട മുസ്ലിങ്ങൾ താമസിച്ച സ്ഥലങ്ങളെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമായാണ് മോദി പണ്ട് വിശേഷിപ്പിച്ചത്. സമൂഹത്തിന്റെ ജനസംഖ്യാ നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണം പലതുണ്ട്. അതിൽ പ്രധാനമായും ജനസംഖ്യാ ശാസ്ത്രജ്ഞർ പറയുന്നത് ആ സമൂഹത്തിന്റെ സാമൂഹിക പുരോഗതിയാണ്. വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലും സ്ത്രീ ശാക്തീകരണ മേഖലയിലുമുള്ള പുരോഗതി. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ നിരക്ക് കൂടുതലുള്ള കേരളത്തിലും തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിനെ അപേക്ഷിച്ച് ജനസംഖ്യാ നിരക്ക് കുറഞ്ഞിരിക്കുന്നത്. കേരളവും തമിഴ്നാടും താണ്ടിയ സാമൂഹിക പുരോഗതിയിലേക്കെത്താൻ ഉത്തർപ്രദേശിനും ബീഹാറിനും വർഷങ്ങൾ വേണ്ടിവരും. ഹിന്ദുത്വ വർഗീയവാദികളുടെ പ്രചരണത്തിലേക്ക് വരാം. ഒരു സമൂഹത്തിന്റെ ജനസംഖ്യാ വർധനവ് കണക്കാക്കുന്നത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുമെന്നതാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 2021 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം ഇന്ത്യയിലെ ഒരു സ്ത്രീക്ക് 2.2 കുട്ടികൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. 1992 ഇത് 3.4 1950 ഇത് 5.9 ആയിരുന്നു. ഇത് ഇന്ത്യയിലെ സ്ത്രീകളുടെ മൊത്തം കണക്കാണ്. 2015 കണക്കനുസരിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള TFRലെ വ്യത്യാസം 0.5% മാത്രമാണ്. 1992 ഈ വ്യത്യാസം 1.1 ആയിരുന്നുവെന്നും മനസ്സിലാക്കുമ്പോഴാണ് മുസ്ലിം സമൂഹം ജനസംഖ്യാ നിയന്ത്രണത്തിൽ കൈവരിച്ച നേട്ടം മനസ്സിലാകുക. ഇനി നമുക്ക് ജനസംഖ്യാ കണക്കുകൾ നോക്കാം. 2011 ശേഷം ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടില്ല. അന്ന് മുസ്ലിം ജനസംഖ്യ 17.22 കോടിയായിരുന്നു. അതായത് അന്നത്തെ നമ്മുടെ രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 14.2%. അതിന് 10 വർഷം മുമ്പുള്ള സെൻസസ് പ്രകാരം, അതായത് 2001 സെൻസസ് പ്രകാരം മുസ്ലിം ജനസംഖ്യ 13.81% ആയിരുന്നു. അതായത് അന്നത്തെ ആകെ ജനസംഖ്യയുടെ 13.43%. 10 വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യയിലുണ്ടായ വർധനവ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ചെറുതായിരുന്നുവെന്നാണ് കണക്കുകളിൽ പറയുന്നത്. 1991നും 2001നും ഇടയിൽ മുസ്ലിം ജനസംഖ്യ 29.49 വർദ്ധിച്ചിരുന്നെങ്കിലും പിന്നീട് 10 വർഷം വളർച്ചാ നിരക്ക് 24.69% കുറഞ്ഞിരുന്നു. പുതിയ സെൻസസ് നടന്നിരുന്നുവെങ്കിൽ നിരക്ക് വർധനവിലെ കുറവ് കൂടുതൽ പ്രകടമാകുമായിരുന്നു. ഇതാണ് കണക്കുകൾ പറയുന്നത്. എങ്കിലും മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷം പരത്തുന്നതിന് അവർ പെറ്റുകൂട്ടുന്നവരാണെന്ന വ്യാജ പ്രചരണം നടത്തുകയാണ് പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ള സംഘപരിവാർ നേതാക്കൾ. സത്യം ചെരുപ്പിടുമ്പോഴേക്കും വ്യാജന് ലോകം ചുറ്റി കഴിഞ്ഞിരിക്കും. എങ്കിലും വസ്തുക്കൾ പറയാതിരിക്കാനാവില്ലല്ലോ.